ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലേക്ക് അപേക്ഷ സമർപ്പിച്ച കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിലും എത്ര സീറ്റുകളാണ് അല്ലെങ്കിൽ എത്ര വേക്കൻസി ആണുള്ളത്, വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ഓക്കെ, DLED ഗവൺമെൻറ് എയ്ഡഡ് പ്രവേശനത്തിനുള്ള ഇൻ്റർവ്യൂ ചുവടെ പറയുന്ന ഷെഡ്യൂൾ പ്രകാരം നടക്കുന്നതാണ്. ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 13 രാവിലെ 9 മണിക്കും, കൊമേഴ്സ് 13/8/2024 11 മണിക്കും, സയൻസ് 14/8/2024 9 മണിക്കുമാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഗവൺമെൻറ് HS ചാലയിൽ വെച്ചാണ്. വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള യോഗ്യതാ പ്രമാണങ്ങളുടെ ഒറിജിനലും പകർപ്പും കൂടിക്കാഴ്ച വേളയിൽ ഹാജരാക്കണം. അപ്പോൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ് ഒറിജിനലും അതിൻ്റെ ഒരു പകർപ്പും കൊണ്ടുപോകണം. ഇൻ്റർവ്യൂവിന് ഹാജരാകാത്തവർക്ക് പകരം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള തൊട്ടടുത്ത റാങ്കുകാർക്ക് പ്രവേശനം നൽകുമെന്നതിനാൽ ഇൻ്റർവ്യൂവിന് വരാത്തവർക്ക് അവസരം നഷ്ടമാകുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സെലക്ഷൻ ലിസ്റ്റിലുള്ളവർക്ക് അഡ്മിഷൻ ഉറപ്പാണ്. നിങ്ങൾ ജസ്റ്റ് സർട്ടിഫിക്കറ്റുകളുമായി പോയി അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. സെലക്ഷൻ ലിസ്റ്റിലുള്ളവർ വരാതിരിക്കുകയാണെങ്കിൽ അതേ കാറ്റഗറി വരുന്ന വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികളെ പരിഗണിക്കുന്നതാണ്. അതായത് ഇപ്പോൾ സെലക്ഷൻ ലിസ്റ്റിലുള്ള EWS, SC, ST, ഈഴവ, മുസ്ലിം അങ്ങനെ റിസർവേഷനുള്ള കുട്ടികൾ ആരെങ്കിലും വരാതിരിക്കുകയാണെങ്കിൽ അതേ കാറ്റഗറിയിലുള്ള ആ ഒരു കുട്ടിയെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് പരിഗണിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. നമുക്കറിയാം, ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, അതായത് SSLC +2 ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അവസാനം അധ്യയനം നടത്തിയ സ്കൂൾ അല്ലെങ്കിൽ കോളേജിൽ നിന്നുള്ള TC, ജനന തീയതി, ജാതി, മതം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ. അടുത്തതായി വേണ്ടത് ഫോം നമ്പർ 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൽ അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്തവരിൽ നിന്ന് നിങ്ങളത് ഫില്ല് ചെയ്ത് മേടിക്കണം. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകണം. പിന്നെ വേണ്ടത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങളുടെ TCയോടൊപ്പം തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. പിന്നെ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നിങ്ങൾ +2 വിജയിച്ചതെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, OBC വിഭാഗക്കാർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. പിന്നെ മറ്റ് അധിക യോഗ്യതയ്ക്കും പ്രത്യേക സീറ്റിനും വിജ്ഞാപനപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അതായത് എക്സ് സർവീസ്മെൻ, ജവാൻ എന്നിവരുടെ ആശ്രിതർ, EWS, ഭിന്നശേഷിക്കാർ എന്നിവർ നിങ്ങൾ കൊടുത്തിരിക്കുന്നതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ, സെലക്ഷൻ ലിസ്റ്റിലാണ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിർബന്ധമായും ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം കൊണ്ടുപോകണം. കാരണം ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ നിങ്ങളിപ്പോൾ മറ്റു കോഴ്സിന് വല്ലതും പഠിക്കുന്നുണ്ടെങ്കിൽ TC ഇപ്പോൾ മേടിക്കേണ്ട. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം TC ഹാജരാക്കാനുള്ള സമയം അനുവദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി, റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലിസ്റ്റിനായി ക്ലിക്ക് ചെയ്യുക എന്നുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്നത് സയൻസ് ഗവൺമെൻറ് ആണ്. അതായത് സയൻസ് വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളുടെ സെലക്ഷൻ ലിസ്റ്റിലാണ്. അപ്പോൾ എത്ര സീറ്റാണുള്ളത്? 70 സീറ്റാണുള്ളത്. അപ്പോൾ ആ 70 സീറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്ന കുട്ടികളെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 70 കുട്ടികളിൽ ആരെങ്കിലും വരാതിരിക്കുകയാണെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള അതേ കാറ്റഗറിയിലുള്ള കുട്ടികളെ പരിഗണിക്കുന്നതാണ്. തൊട്ട് താഴെ നിങ്ങൾക്ക് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിൻ്റെ റാങ്ക് ലിസ്റ്റും ഉണ്ട്. നിങ്ങൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ സെലക്ഷൻ ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എത്ര സീറ്റാണുള്ളത് നമുക്ക് അറിയാമല്ലോ. അതായത് സയൻസിന് 70 സീറ്റ്, ഹ്യൂമാനിറ്റീസിന് 70 സീറ്റ്, കൊമേഴ്സിന് 36 സീറ്റ്. ഓക്കെ, അപ്പോൾ ഈ വന്നിരിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൻ്റെ റാങ്ക് ലിസ്റ്റാണ്. എയ്ഡഡ് മൈനോറിറ്റിയിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികൾ നിങ്ങൾ നേരിട്ട് ആ കോളേജുമായിട്ട് ബന്ധപ്പെടണം. കാരണം എയ്ഡഡ് മൈനോറിറ്റി നേരിട്ടാണ് അഡ്മിഷൻ നടത്തുന്നത്. അപ്പം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും അവിടുത്തെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ അതാത് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റൊരു ജില്ലയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.